നമസ്കാരം. മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീകൾക്ക് 50,000 രൂപ വീതം നൽകുമെന്ന് വിജയനഗർ MP കാൽച്ചെട്ടി അപ്പല നായിഡു. ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ ഒരു പശുവിനെയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ശമ്പളത്തിൽ നിന്ന് ക്യാഷ് ഇൻസെന്റീവ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പല നായിഡുവിന്റെ ഓഫർ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. TDP നേതാക്കളും പ്രവർത്തകരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അറിയിപ്പ് ഷെയർ ചെയ്തു. അപ്പലയുടെ വാഗ്ദാനത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിജയനഗർ രാജീവ് സ്പോർട്സ് കോമ്പൗണ്ടിൽ ശനിയാഴ്ച സംഘടിപ്പിച്ച യോഗത്തിലാണ് MP ഇക്കാര്യം അറിയിച്ചത്. മാർച്ചിലെ ഡൽഹി സന്ദർശന വേളയിൽ ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യ കുറയുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കുടുംബ ആസൂത്രണത്തെപ്പറ്റി സംസാരിക്കുന്നയാളാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ എന്റെ കാഴ്ചപ്പാട് മാറി. ജനസംഖ്യ വർദ്ധിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ജനസംഖ്യാപരമായ നേട്ടങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ജനസംഖ്യാപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതകളും മികച്ചതാകും. ആ ഗോളതലത്തിൽ വിവിധ സേവനങ്ങൾക്കായി പലരും ഇന്ത്യക്കാരെയാണ് ആശ്രയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2047 ശേഷം ആന്ധ്രാപ്രദേശിൽ യുവാക്കളെക്കാൾ കൂടുതൽ പ്രായമായവർ ഉണ്ടാകും. ജപ്പാനിലും ചൈനയിലും യൂറോപ്പിലും പല രാജ്യങ്ങളിലും ഇത് ഇതിനകം സംഭവിക്കുന്നു. കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വയോധികരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. യൂറോപ്പ്, ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ബീഹാറിലും UPയിലും ജനസംഖ്യ ഒരു പ്രശ്നമല്ല. ഇന്ത്യക്ക് ജനസംഖ്യാപരമായ നേട്ടമുണ്ട്. അതിനാൽ ജനസംഖ്യ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും ചന്ദ്രബാബു നായിഡു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രസവ സമയത്ത് കുട്ടികളുടെ എണ്ണം കണക്കിലെടുക്കാതെ എല്ലാ വനിതാ ജീവനക്കാർക്കും പ്രസവ അവധി അനുവദിക്കണമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. മുൻപ് പ്രസവ അവധി 2 കുട്ടികൾക്കായി പരിമിതപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും എണ്ണം കണക്കിലെടുക്കാതെ പ്രസവ അവധി നീട്ടുകയാണ്. കുടുംബ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, ജനസംഖ്യ സന്തുലിതാവസ്ഥയിലാക്കുക, സ്ത്രീകൾക്ക് അവരുടെ തൊഴിൽപരവും വ്യക്തിപരവുമായ ജീവിതം സന്നിധമാക്കുന്നതിന് പിന്തുണ നൽകുക എന്നിവയ്ക്കാണ് നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.